സ്റ്റീൽ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് ഈ കമ്പനികളുടെ ഒരു ഭാഗം സ്വന്തമാക്കാനും അവരുടെ സാമ്പത്തിക പ്രകടനത്തിൽ നിന്ന് പ്രയോജനം നേടാനും കഴിയും. അതിനാൽ ഇന്ത്യയിലെ സ്റ്റീൽ ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് വ്യക്തികൾക്ക് ഇന്ത്യയിലെ ഉരുക്ക് വ്യവസായത്തിന്റെ വളർച്ചയിലും ലാഭത്തിലും പങ്കാളിയാകാൻ അനുവദിക്കുന്നു. മൊത്തത്തിലുള്ള ട്രെൻഡിന് അനുസൃതമായി JSW സ്റ്റീലിന്റെ പ്രകടനത്തോടെ ഇരുമ്പ്, ഉരുക്ക് മേഖലയിലും നല്ല മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. പ്രധാന സ്റ്റീൽ ഓഹരികൾ നോക്കാം. JSW സ്റ്റീൽ ലിമിറ്റഡ്. JSW സ്റ്റീൽ ലിമിറ്റഡ് മുംബൈ ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര സ്റ്റീൽ നിർമ്മാതാവാണ്. കൂടാതെ JSW ഗ്രൂപ്പിന്റെ ഒരു മുൻനിര കമ്പനിയുമാണ്. ഭൂഷൺ പവർ സ്റ്റീൽ, ഇസ്പത് സ്റ്റീൽ, ജിൻഡാൽ വിജയനഗർ സ്റ്റീൽ ലിമിറ്റഡ് എന്നിവയുടെ ലയനത്തിനു ശേഷം JSW സ്റ്റീൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സ്വകാര്യ മേഖലയിലെ സ്റ്റീൽ കമ്പനിയായി മാറി. General information. Technical performance. Shareholding. Technical levels. സാമ്പത്തിക പ്രകടനം. JSW സ്റ്റീൽ കഴിഞ്ഞ 3 വർഷമായി 3.39% EPS വളർച്ചയും 29.90% വരുമാന വളർച്ചയും കാണിക്കുന്നു. പിന്നിട്ട 12 മാസങ്ങളിൽ കമ്പനിയുടെ വരുമാനം 17,57,360 കോടിയാണ്. ഇത് ഏറ്റവും പുതിയ സാമ്പത്തിക വർഷത്തെ വരുമാനത്തേക്കാൾ 0.42% കൂടുതലാണ്. Prediction. ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ്. ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ആസ്ഥാനമാക്കി മഹാരാഷ്ട്രയിലെ മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര സ്റ്റീൽ നിർമ്മാണ കമ്പനിയാണ്. ഇത് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. മുമ്പ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്ന ടാറ്റ സ്റ്റീൽ 35 ദശലക്ഷം വാർഷിക ക്രൂഡ് സ്റ്റീൽ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിൽ ഒന്നാണ്. ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങളും വാണിജ്യ സാന്നിധ്യവുമുള്ള ലോകത്തിലെ ഏറ്റവും ഭൂമിശാസ്ത്രപരമായി വൈവിധ്യമാർന്ന സ്റ്റീൽ നിർമ്മാതാക്കളിൽ ഒന്നാണിത്. General information. Technical performance. Shareholding. Technical levels. ടാറ്റ സ്റ്റീൽ സ്റ്റോക്കിന് ഒരു വർഷത്തെ ബീറ്റ 1.4 ആണ്. സ്റ്റോക്കിന് ഉയർന്ന ചാഞ്ചാട്ടമുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ടാറ്റ സ്റ്റീലിന്റെ ആപേക്ഷിക ശക്തി സൂചിക 29.4 നിൽക്കുന്നതിനാൽ സാങ്കേതികതയുടെ കാര്യത്തിൽ ടാറ്റ സ്റ്റീൽ സ്റ്റോക്ക് ഓവർസെൽഡ് ടെറിട്ടറിയിൽ ട്രേഡ് ചെയ്യുന്നു. ഒരു വർഷത്തിനിടെ 35% നേട്ടമാണ് ഓഹരിക്ക് ഉണ്ടായത്. വിശാലമായ വിപണിയിലെ റാലിക്കിടെ ടാറ്റ സ്റ്റീലിന്റെ വിപണി മൂലധനം 2.02 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കമ്പനിയുടെ മൊത്തം 21.69 ലക്ഷം ഓഹരികൾ മാറി BSEയിൽ 34.91 കോടി രൂപയുടെ വിറ്റുവരവുണ്ടായി. Prediction. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്റ്റീൽ നിർമ്മാണ കമ്പനിയാണ് സെയിൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. പ്രതിവർഷം 1438 ദശലക്ഷം മെട്രിക് ടൺ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന സെയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാതാവും ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാതാക്കളിൽ ഒന്നുമാണ്. കമ്പനിയുടെ ഹോട്ട് മെറ്റൽ ഉത്പാദനശേഷി 2025 ഓടെ പ്രതിവർഷം 50 ദശലക്ഷം ടണ്ണായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. Technical performance. Shareholding. Technical levels. ഇരുമ്പ്, ഉരുക്ക് വ്യവസായത്തിലെ ഒരു ലാർജ് ക്യാപ് കമ്പനിയായ സെയിൽ അതിന്റെ സ്റ്റോക്കിൽ 3.09% വർധനവ് രേഖപ്പെടുത്തി. ഈ മേഖലയെ 0.84% മറികടന്നു. സ്റ്റോക്കിന്റെ നിലവിലെ പ്രകടനം 5 ദിവസം 200 ദിവസത്തെ ചലിക്കുന്ന ശരാശരിയേക്കാൾ കൂടുതലാണ്. സെയിലിന്റെ ഒരു ദിവസത്തെ പ്രകടനവും സെൻസെക്സിനേക്കാൾ ഉയർന്നതാണ്. മാത്രമല്ല അതിന്റെ മൊത്തത്തിലുള്ള ട്രെൻഡ് കഴിഞ്ഞ ഒരു മാസമായി പോസിറ്റീവ് ആണ്.
Prediction. Conclusion. ജൂലൈ 23 ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസംഗത്തിന് ശേഷം ലോഹ കമ്പനികളായ ടാറ്റ സ്റ്റീൽ ലിമിറ്റഡിന്റെയും ജെഎസ്ഡബ്ല്യു സ്റ്റീൽ ലിമിറ്റഡിന്റെയും സെയിലിന്റെയും ഓഹരികൾ ഈ ആഴ്ച ആദ്യമായി ഉയർന്ന പ്രവണതയിലാണ്. വർഷങ്ങളായി ഇന്ത്യയിലെ ലോഹമേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ ഒരു പ്രധാന ആഗോള കമ്പനികളായി സ്വയം സ്ഥാപിച്ചു. വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യ കുതിച്ചുചാട്ടം നേരിടുന്നതിനാൽ ഉരുക്ക്, ചെമ്പ്, സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയ ലോഹങ്ങളുടെ ആവശ്യകതയിൽ ഗണ്യമായ വർധനയുണ്ട്. Thank you.